KPCC ജംബോ കമ്മിറ്റി പുനഃസംഘടനയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. KPCC പുനഃസംഘടന 13 ഉപാധ്യക്ഷന്മാർ. മാത്യു കുഴൽനാടൻ, ഹൈബി ഈഡൻ MP തുടങ്ങിയവർ ഉപാധ്യക്ഷന്മാരാവും. പാലോട് രവി, രമ്യ ഹരിദാസ്, VT ബൽറാം. 58 ജനറൽ സെക്രട്ടറിമാർ. KPCCക്ക് ജംബോ കമ്മിറ്റിയാണ്. VA നാരായണൻ ട്രഷറാകും. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിയാകും. രാജ്മോഹൻ ഉണ്ണിത്തനടക്കം 6 പേർ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരും. KPCC പുനഃസംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ്. മാത്യു കുഴൽനാടൻ MLA-യും ഹൈബി ഈഡൻ MP-യും അടക്കം 13 ഉപാധ്യക്ഷന്മാരാണ് പട്ടികയിലുള്ളത്. 58 ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ജംബോ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യരും ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരടക്കം ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, KPCC പുനഃസംഘടന ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ 13 ഉപാധ്യക്ഷന്മാരെയും 58 ജനറൽ സെക്രട്ടറിമാരും അടക്കമുള്ള പഴയ പോലെ തന്നെ ഒരു ജംബോ കമ്മിറ്റിയാണ് അല്ലേ? അരുൺ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് ആരെയും പിണക്കാനില്ല എന്ന് വേണം നമുക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഒരു ജംബോ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് അടക്കം 6 പേർ എത്തുന്നു. ഉപാധ്യക്ഷന്മാരായി മൊത്തം 13 പേർ. അതിൽ ഹൈബി ഇന്നുണ്ട്, പാലോട് രവിയുണ്ട്, VT ബൽറാം ഉണ്ട്, VP സജീന്ദ്രനുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ M ലിജു, അങ്ങനെ റോയ് K പൗലോസ് അടക്കം 13 പേർ, ജെയ്സൺ ജോസഫ് അടക്കം 13 പേരാണ് ഉപാധ്യക്ഷന്മാരായി ഉള്ളത്. പിന്നീടുള്ള 58 പേരുടെ ഒരു ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയാണ്. വലിയ പട്ടിക എന്ന് വേണം പറയാം. 58 പേരെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ആരെയും പിണക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഈ പട്ടികയിലുണ്ട്. എന്താണെങ്കിലും മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ ഈ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ സന്ദീപ് വാര്യർ അടക്കം BJP-യിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് എത്തിയ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലുണ്ട്. ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവർ, ടോമി കലാനി, പഴകുളം മധു, K ജയന്ത് അടക്കം, MM നസീർ അടക്കം, ദീപ്തി മേരി വർഗീസോ, അത്തരത്തിൽ TN നിയാസ് അടക്കമുള്ള പ്രധാനപ്പെട്ട TU രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം ജനറൽ സെക്രട്ടറിമാരായും ഇപ്പോൾ എന്താണെങ്കിലും പ്രഖ്യാപിച്ചിരിക്കുന്നു. സെക്രട്ടറിമാരുടെ പട്ടിക എന്താണെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടില്ല. സെക്രട്ടറിമാരുടെ പട്ടിക സ്വാഭാവികമായും 58 പേർ ജനറൽ സെക്രട്ടറിമാരാണെങ്കിൽ ഒരുപക്ഷെ 100-ന് മേളിലായിരിക്കും സെക്രട്ടറിമാരുടെ പട്ടികയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെയും പിണക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് കൂടി എടുത്തു. ഗ്രൂപ്പ് സമവാക്യം, അതിനപ്പുറം നേതാക്കളുടെ താല്പര്യം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്ര വലിയ പട്ടിക എന്താണെങ്കിലും എത്തിയിരിക്കുന്നത്.